ഒരു അപകട വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ KSRTC ബസ്സിനടിയിലേക്ക് ബൈക്ക് തെറിച്ച് വീണ് യുവാവിന് ദാരുണാന്ത്യം. ഒറ്റശേഖരമംഗലം സ്വദേശി അഭിജിത്താണ് ഈ അപകടത്തിൽ മരിച്ച ബൈക്ക് യാത്രികൻ. ബൈക്ക് കാൽനട യാത്രക്കാരൻ്റെ ദേഹത്ത് തട്ടി ബസ്സിനടിയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അപകടം ദാരുണം തന്നെയാണ്. വഴിയാത്രികനെ കാൽനട യാത്രക്കാരനെ ഇടിച്ചതിന് ശേഷം കാൽനട യാത്രക്കാരൻ്റെ ദേഹത്ത് തട്ടിയ ശേഷം ബൈക്ക് ബസ്സിനടിയിലേക്ക് തെറിച്ച് വീണാണ് ഇത്തരത്തിൽ ബൈക്ക് യാത്രികനായ ഒറ്റശേഖരമംഗലം സ്വദേശി അഭിജിത്തിന് ജീവൻ നഷ്ടമായത്. ബസ്സിനടിയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. കാൽനട യാത്രക്കാരൻ്റെ ദേഹത്ത് തട്ടി ബസ്സിനടിയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. എന്താണ് ഈ അപകടത്തിൻ്റെ ഒരു പശ്ചാത്തലം? എങ്ങനെയാണ് ഈ ഒരു അപകടം, എങ്ങനെ ഈ കാൽനട യാത്രക്കാരനിലേക്ക് ഈ ബൈക്ക് ഇടിച്ചു, അല്ലെങ്കിൽ കാൽനട യാത്രക്കാരൻ്റെ ദേഹത്ത് തട്ടി എന്നുള്ളതൊക്കെ നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ലഭിച്ചേക്കാം. CCTV ദൃശ്യങ്ങളൊക്കെ ചിലപ്പോൾ ലഭിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതാണ് വ്യക്തമാകുന്നത്. കാൽനട യാത്രക്കാരൻ്റെ ദേഹത്ത് തട്ടിയതാണ് ഈ ബൈക്ക് മറിയാൻ കാരണം, അതായത് തെറിച്ച് വീഴാൻ കാരണം. അങ്ങനെയാണ് ബസ്സിനടിയിലേക്ക് തെറിച്ച് വീണത്. ആ തെറിച്ച് വീണ ഒരു സാഹചര്യത്തിൽ പോലും സാധാരണ ചില അപകടങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബൈക്ക് തെറിച്ച് വീണാലും ബൈക്ക് യാത്രികൻ മറ്റൊരു ദിശയിലേക്കൊക്കെ തെറിച്ച് വീഴുന്നൊരു സാഹചര്യം. ബൈക്കോടെ അങ്ങനെ ഈ ബസ്സിൻ്റെ അടിയിലേക്ക് പോവുകയായിരുന്നു, അതോ ബൈക്ക് അവിടെ വീണ ശേഷം ഈ ബൈക്ക് യാത്രികനാണോ, ഈ അഭിജിത്താണോ ബസ്സിൻ്റെ അടിയിലേക്ക് തെറിച്ച് വീണത് എന്നുള്ളതൊന്നും അറിയില്ല. ഈ ഒരു നിമിഷം അത്രത്തോളം സങ്കടകരമായൊരു നിമിഷമാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നാണ് ഒരു അപകട വാർത്ത. KSRTC ബസ്സിനടിയിലേക്ക് ബൈക്ക് തെറിച്ച് വീണ് ഒറ്റശേഖരമംഗലം സ്വദേശി അഭിജിത്തിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്.